നമസ്കാരം, അമൃതാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമയ്ക്കകത്ത സിനിമ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. അതായത് ഒരു നടൻ്റെ ജീവിതം ബേസ് ചെയ്തിട്ടുള്ള ഒരു ട്രാവലാണ്. അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡിൽ ഒരു ട്രോമയും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് സംഭവ വികാസങ്ങളും ഒക്കെ ആയിട്ട്. എന്നാൽ അദ്ദേഹം ഒരു നടനുമാണ്. പക്ഷേ ഈ സിനിമയിൽ ആദ്യം ഒരു ട്രിബ്യൂട്ട് എന്നോണം നമ്മുടെ പ്രേം നസീറിൻ്റെ അദ്ദേഹത്തിൻ്റെ കുറച്ച് വാക്കുകൾ ഇങ്ങനെ ആദ്യം എടുത്ത് കാണിക്കുന്നു. അത് ശരിക്കും ഇന്നത്തെ ന്യൂ ജെൻ ആക്ടേഴ്സ് ആയിരുന്നാലും ടെക്നീഷ്യൻസ് ആയിരുന്നാലും പ്രത്യേകിച്ച് ആക്ടേഴ്സിനുള്ളൊരു ഭയങ്കര ഒരു മെസ്സേജാണ്. കാരണം ഇത്രയും വർഷങ്ങളായിട്ട് മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ തുടക്കത്തിലുള്ള ഒരാളാണ് പ്രേം നസീർ എന്ന് പറയുന്നത് ആക്ടർ. ഒരു ആക്ടർ ഒരു സിനിമയുടെ ടെക്നീഷ്യൻസിനെ ആയിരുന്നാലും അതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നതാണ് ഒരു സിനിമയുടെ സോൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയാണ് ഒരു സിനിമ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു നടികർ, അതായത് ഒരു നടൻ ഒരു സിനിമയിലൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മാറുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഈ സിനിമ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ആ ഒരു അവസാന ഘട്ടത്തിലൊക്കെ എത്തുമ്പോഴത്തേക്ക് അതങ്ങ് നല്ല പീക്കിലാവുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സിനിമ കാണാനുള്ള ഏറ്റവും വലിയൊരു ഹോപ്പ് എന്ന് പറയുന്നത് ടോവിനോ തോമസ് തന്നെയാണ്. കാരണം അദ്ദേഹം ഏതൊരു കഥാപാത്രം ചെയ്താലും, ഈ മൂവി പോലും ടോവിനോ ചെയ്യുന്നതായതുകൊണ്ട് എന്തായാലും അദ്ദേഹം സ്ക്രിപ്റ്റൊക്കെ വായിച്ചിട്ട് അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ സാധ്യതകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടായിരിക്കുമല്ലോ ഇത് കമ്മിറ്റ് ചെയ്തത്. ആ ഒരു കോൺഫിഡൻസ് ആയിരുന്നു ഈ സിനിമ കാണാനുള്ള ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എൻ്റെയും ഒരു കോൺഫിഡൻസ്. അപ്പോൾ ആ രീതിയിൽ മൂവി വർക്കായിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയുടെ തുടക്കം മുതൽ ഒരു ആക്ടറിൻ്റെ ലക്ഷറിയസ് ലൈഫിൽ അദ്ദേഹം അങ്ങനെ വൈബ് ചെയ്യുന്നത്, അതിലാണ് ആ ഒരു രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പോൾ അവിടെയൊക്കെ നമുക്കൊരു ഭയങ്കര അരോചകം തോന്നും. പക്ഷെ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് സൗബിൻ്റെ ക്യാരക്ടറിനകത്ത് വരുന്നുണ്ട്. അവിടെ മുതൽ സിനിമയ്ക്കൊരു എന്താ പറയുക, ആ ഒരു വൈബിങ് മോഡിൽ നിന്ന് മാറി കുറച്ച് സീരിയസ് ആയിട്ട് ഉള്ള ഒരു രീതിയിലാണ്. പക്ഷെ എങ്കിലും സിനിമയുടെ പല ഷൂട്ടുകളും കാര്യങ്ങളും ഒരു നടനിങ്ങനെ ട്രാവൽ ചെയ്യുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു വിഷ്വലി ഭയങ്കര സംഭവങ്ങളൊക്കെയാണ് എടുത്ത് കാണിക്കുന്നത്. പക്ഷെ അതൊരു ഇമോഷണൽ കണക്ട് ഒന്നും അതിനകത്ത് വരേണ്ട ആവശ്യവും വരുന്നില്ല. അപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ നടൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന കണക്കുള്ളൊരു ഫീലാണ്. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയത്, നമ്മൾ ഈ റാമോജി ഫിലിം സിറ്റി അല്ലെങ്കിൽ ഒരു ഫിലിം ഉണ്ടാകുന്നതിൻ്റെ പിന്നിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ വർഷങ്ങൾക്ക് ശേഷം സിനിമയിലും ഇത് തന്നെയാണ് കണ്ടത്. പക്ഷേ എങ്കിലും അതിനേക്കാളൊക്കെ കുറച്ചും കൂടെ ബെറ്ററായിട്ട് ഒരു സെറ്റ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് അതിനകത്ത് വർക്ക് ചെയ്യുന്നത്, പിന്നെ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് എങ്ങനെ സിങ്ക്രണൈസ് ആകുന്നു എന്നുള്ള രീതിയിലുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത്, അതായത് ഒരു ഫിലിമിനെക്കുറിച്ച് അറിയാനും ഫിലിമിനെക്കുറിച്ച് പഠിക്കാനും ഒക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്കൊരു ബേസിക്കായിട്ട് ഒരു റെഫറൻസ് ആയിട്ട് ഈ ഒരു സിനിമ കാണാമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ടോവിനോ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു കഥാപാത്രത്തിനെ മറ്റാരും ചെയ്താൽ ഇത്രയും ഒരു ഭംഗി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇപ്പോഴത്തെ ന്യൂജൻ ആക്ടേഴ്സിനൊക്കെ ഒരു നല്ല മെസ്സേജാണെന്ന് തോന്നുന്നു. കാരണം അവർ ഒരു സിനിമ സെലക്ട് ചെയ്ത് അവരായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംഭവമല്ല ഒരു സിനിമ, മറിച്ച് അവർക്കൊരു ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്. കാരണം ഒരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തിന്, ഒരു ക്രിയേറ്റീവ് ഡയറക്ടർ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രധാന കഥാപാത്രത്തിന് ആ ആക്ടർ ഇടുന്ന ഇൻവോൾവ്മെൻറ്റും ആക്ടറിൻ്റെ ഒരു കഴിവൊക്കെ അതിനൊരു റോൾ ഉണ്ടെങ്കിൽ പോലും അൾട്ടിമേറ്റ്ലി ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗെയിം പ്ലേഡ് ബൈ എ ഡയറക്ടർ എന്നുള്ളതാണ് ഈ സിനിമ പറഞ്ഞു വയ്ക്കുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഒരു സംഭവം നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആയി. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ എന്ന് പറയാൻ കാരണം ഈ വൈബിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നാലും ആ സുഷിനൊക്കെ ചെയ്യുന്ന പോലുള്ള ഒരു സ്റ്റഫൊന്നും ഇതിനകത്തില്ല. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് സുഷിൻ അഭിനയിച്ചിട്ടുണ്ട് ഒരു ചെറിയൊരു പാർട്ടിൽ. ഇത് ടെക്നീഷ്യൻസിനെയൊക്കെ കാണിക്കുന്ന കൂട്ടത്തിൽ സുഷിനെ എവിടെ കാണിക്കുന്നതാണൊക്കെ എനിക്ക് തോന്നി. ഇനി എനിക്ക് തോന്നിയതാണെന്ന് അറിയത്തില്ല, കണ്ടിട്ട് സുഷിനെ പോലെ ഒരു ഫേസ് അതിനകത്ത് കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സുഷിൻ എഫക്റ്റ് ഇതിനകത്ത് ഇല്ലല്ലോ എന്ന് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ വേറെ ആരോ ആണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലായത്. എന്തായാലും സിനിമ ഓവറോൾ ഓക്കെ, അധികം അങ്ങ് ബോറടിപ്പിച്ചില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ IMDbയിൽ ഔട്ട് ഓഫ് 10 7 റേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ അല്ലെങ്കിൽ ഒരു സിനിമാ വിശേഷമായിട്ടോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.